നമസ്തേ. വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം, നമ്മൾക്ക് പെട്ടെന്ന് ധനം വർദ്ധിക്കാൻ വേണ്ടിയും നമ്മുടെ ജീവിതത്തിലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഓടുകൂടി നമുക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുത്ത് നമ്മൾക്ക് നല്ല തേജസ്സും ഓജസ്സും ഉണ്ടായി ജനങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് നല്ലൊരു സ്ഥാനമുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും ഉപാസനകളും ആരാധന രീതികളുമാണ്. ചില വ്യക്തികൾ കൂടോത്രം, അധാർമിക പ്രവൃത്തികൾ ചെയ്ത് മറുത, കുട്ടിച്ചാത്തൻ, ഇങ്ങനെ ഏതൊക്കെയോ എന്താ പറയേണ്ടത്, തിന്മ ചെയ്യുന്നവർ മറ്റുള്ളവരെ സ്വത്ത് തട്ടിപ്പാക്കിയെടുക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ അവരെ തകർക്കാനോ അവരുടെ ഉയർച്ചയിൽ അഭിവൃദ്ധിയിലൊക്കെ തകർക്കാൻ വേണ്ടി പല രീതിയിലും നമ്മളെ പുറകെ വന്നിട്ട് നമ്മളറിയാതെ തന്നെ നമ്മളെ വീട്ടിലോ നമ്മൾക്കോ പാര വെക്കുന്ന ഒരുപാട് ബന്ധുക്കളെയും നമുക്കറിയാം. ബന്ധുക്കളിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കാനും അതല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ വേണ്ടിയിട്ട് പല രീതിയിൽ ഉപദ്രവിക്കുന്നവരുണ്ട്. അയൽവാസികളായിട്ടുള്ളവരും ഉണ്ട്. അവർക്ക് നമ്മൾ കീഴ്പ്പെടില്ല എന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യും? ഇത്തരം തിന്മകൾ ചെയ്യും. ഈ തിന്മകൾ ചെയ്യുമ്പോൾ അത് നാളെ അവർക്ക് തന്നെയാണ് പോയിട്ട് തിരിച്ചിട്ട് അവരിൽ തന്നെ അവരുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിലാണ് ഇതിൻ്റെ തിന്മ എത്തിപ്പെടുക എന്ന് അവരറിയുന്നില്ല. അഹങ്കാരത്തോടെ അവർ പോയി ഏതെങ്കിലും ഒരു പണിക്കരെ കാണും. കേരളത്തിൽ അനീഷ് പണിക്കരെ പോലുള്ള ഇരിട്ടിയിലുള്ള ഒരു അനീഷ് പണിക്കരുണ്ട്. ആ അനീഷ് പണിക്കരെ പോലെയുള്ളവർ കൂടോത്രത്തിൻ്റെ ആശാൻ, ഇത്രയും തിന്മ ചെയ്യാൻ ഇത്രയും ചതിയനായ ഒരു വ്യക്തി വേറെയില്ല. അപ്പം ഈ കൂടോത്രം തിന്മകൾ ചെയ്യുന്ന സമയത്ത് അത് അവരുടെ തറവാട്ടിൽ തന്നെ പോയിട്ട് ഇതിൻ്റെയൊക്കെ തിന്മകൾ വീഴുമെന്ന് അയാൾ അറിയുന്നില്ല. പണത്തിന് വേണ്ടി അയാൾ ഇങ്ങനെ കൊട്ടാരം വീട് തന്നെയാണ് അയാളെ വീടിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഇരട്ടിയിൽ കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അയാളുടെ തിന്മ, അയാളുടെ കുടുംബത്തിൽ അത് ചതി, അവിടെ ആ തിന്മകൾ പോയിട്ട് അവിടെ തന്നെ പോയിട്ട് വീണിട്ട് അവർക്ക് തന്നെ അവരുടെ 7 തലമുറയിലേക്ക് അവർ കരിഞ്ഞു പോകുന്ന രീതിയിൽ ഇത് ആ അധാർമിക പ്രവൃത്തി കൊണ്ട് അവരുടെ നാശം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ബന്ധുക്കളൊക്കെ സ്വത്തിന് വേണ്ടി ഇങ്ങനെയുള്ള അനീഷ് പണിക്കരെ പോലുള്ളവരെ കാണും. അപ്പോൾ കാണുമ്പോൾ അവരുടെ കയ്യിൽ പെട്ടെന്ന് നമുക്ക് കാര്യം ലഭിച്ചു എന്ന് വിചാരിച്ച് അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള അധാർമിക പ്രവൃത്തി ചെയ്യുന്നതിന് പകരം നമ്മൾ ദേവനെയോ ദേവിയോ മനസ്സിലിരുത്തി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ദ്രോഹം ചെയ്യാതെ നമുക്ക് വേണ്ടി നല്ല രീതിയിലുള്ള നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതാണ് പ്രഹ്ലാദൻ്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രഹ്ലാദനെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഏത് ഉപദ്രവങ്ങളെയും നമ്മളെ മനസ്സ് ശുദ്ധിയാണെങ്കിൽ നമുക്ക് ആ മന്ത്രം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദേവചൈതന്യം കൊണ്ട് നമുക്കതിനെ ശക്തിപ്പെടുത്താൻ പറ്റും. ചില വ്യക്തികൾ വീടുകളിലും ഭൂമിയിലും ശത്രുബാധ, ഉപദ്രവങ്ങൾ, മറുസ്തംഭനം, മുട്ടയിലോ കൂടോത്രം, അധാർമിക പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തു വെച്ച് ജീവിതത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് മുഴുവനും അവരുടെ ശാപം അറിയാതെയോ അറിഞ്ഞോ ഈ ചെയ്തിരിക്കുന്ന ആരാണോ ഇത് ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നത് അവർക്കടക്കം ഇത് പോയിട്ട് ഇത് അനീഷ് പണിക്കരെ പോലുള്ള പണിക്കന്മാരെ ആരാണോ ഏൽപ്പിച്ചത് അവരെ ആ വീടുകളിലേക്ക് തന്നെ ഏൽപ്പിച്ചവർക്കും ഇതെത്തും, ഈ ചെയ്തു കൊടുത്ത കർമ്മിക്കും ഇതെത്തും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്യുന്നവർ ഇതിന് പോവാതെ നന്മ ചെയ്യാനുള്ള ശ്രമം എല്ലാവരും ശ്രമിക്കുക. അതിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ദേവചൈതന്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നാരായണ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവീദേവൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്കറിയാം. അധ്യാത്മ രാമായണത്തിൽ എടുത്താൽ ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു രാവണൻ്റെ വധത്തിന് സൂര്യദേവൻ്റെ മന്ത്രമാണ് പറഞ്ഞു കൊടുത്തത്. അതായത് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അഗസ്ത്യമുനിയാണ് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രം. ഓം സന്തതം ഭക്ത നമസ്കരിച്ചിടുക. ഓം സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ, ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ, സത്യപ്രധാനായ തത്വായ ദേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ
ഇത് 21 തവണയോ 108 തവണയോ പ്രാർത്ഥിച്ചാൽ നമ്മളിലേക്ക് ആരെന്ത് ശത്രു ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചാലും അത് നേരെ തിരിച്ചിട്ട് ആരാണോ തിന്മ ചെയ്യുന്നത് അവരിലേക്ക് തന്നെ ഈ തിന്മയുടെ ഫലം പോയി ഭഗവാൻ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ഭഗവാൻ തന്നെ ഇടപെടും. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക, നമ്മൾ നന്മ ചെയ്യുക. നന്മ ചെയ്തുകൊണ്ട് നമ്മളെ വിശാലമായ മനസ്സുകൊണ്ട് നമ്മൾ ക്രിയകൾ എപ്പോഴും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയോടുകൂടി നമ്മൾ നല്ല പ്രവൃത്തിയെ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു സംരക്ഷണ കവചം ഭഗവാൻ ഒരുക്കിത്തരും. അങ്ങനെ സൂര്യദേവനെ ആരാധിച്ചുകൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കാമെന്ന് അധ്യാത്മരാമായണത്തിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ മഹർഷി രാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്ര പ്രഭുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പോലും ശത്രുക്കളില്ലാതാക്കാൻ ഭഗവാൻ സൂര്യദേവനെയാണ് ആരാധിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ സൂര്യദേവനെ ആരാധിക്കുക. അതല്ലെങ്കിൽ ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഈ മന്ത്രം 108 തവണ ജപിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നാരായണ മന്ത്രം ജപിച്ചാൽ മതി. അല്ലെങ്കിൽ കാളി ഉപാസന, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ജ കുലധർമ്മം ജ മാം ച പാലയ പാലയാം. ശത്രുക്കളിൽ നിന്ന് പൊറുതിമുട്ടി നമുക്കിനി രക്ഷയില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അമ്മയെ മുറുകെ പിടിക്കുക. അമ്മയുടെ ആരാധന കൊണ്ട് മാത്രം രക്ഷപ്പെടും. ദേവചൈതന്യം നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ അമ്മയെ നമ്മളെ ദേവി ആരാധനയിൽ പെട്ടെന്ന് തന്നെ ശീഘ്ര ഫലപ്രദമായിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഓം രക്തചാമുണ്ടായേ നമ ഈ മന്ത്രം 21 തവണ മനസ്സുകൊണ്ട് ജപിച്ചിട്ട് നമ്മൾ കിടക്കുക. നമ്മൾ ആരെങ്കിലും ശത്രുക്കളായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ പോയിട്ട് അമ്മ ഇടപെട്ട് കൊടുക്കും. നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി ഒരു തിന്മയും ചെയ്യാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ സ്വത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് ദോഷം വരാനും വേണ്ടിയിട്ട് മുട്ടയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ചെയ്ത് തിന്മ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക. അതില്ലാതെ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് നല്ല പ്രവൃത്തിയിലൂടെ ദേവി ആരാധന, ദേവനെ ആരാധിച്ചുകൊണ്ട് എപ്പോഴും നന്മ ചെയ്യുമ്പോൾ ശീഘ്ര ഫലപ്രദമായിട്ട് അമ്മയുടെയും ദേവൻ്റെയും അനുഗ്രഹം നമുക്കെപ്പോഴും ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് നമുക്ക് ശീഘ്ര ഫലപ്രദമായിട്ട് നമ്മളെ രക്ഷിക്കാനെത്തുന്നു. അങ്ങനെ കൂടോത്രായാലും തിന്മകളായ ശത്രുബാധ ഉപദ്രവങ്ങളെയും പൊറുതിമുട്ടി ഇനി ജീവിക്കാനേ പറ്റില്ല എന്നൊരവസ്ഥയുള്ളവർക്ക് ഒരു സംരക്ഷണ കവചം അമ്മ ഒരുക്കി കൊടുക്കും, ഭഗവാൻ ഒരുക്കി കൊടുക്കും. നമുക്ക് ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. ഒന്നിക്കൽ നാരായണ മന്ത്രം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഓം ശിവശക്തിക്ക് രൂപിണി നമഃ എന്ന മന്ത്രം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന മന്ത്രം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഓം ഗ്രീം നമഃശിവായ എന്ന മന്ത്രം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പൻ്റെ ഓം ഗ്രീം അഘോരരുദ്രായ നമഃശിവായ എന്ന മന്ത്രം ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ 21 ദിവസം എല്ലാ ദിവസവും മുടങ്ങാതെ ഭഗവാന്റെ അടുക്ക പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്കുള്ള ശത്രുക്കളെ മുഴുവൻ അമ്മ തന്നെ ഇടപെട്ടുകൊണ്ട് ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഭഗവാൻ ഇടപെട്ടുകൊണ്ട് ഇല്ലാതാക്കും. അതുകൊണ്ട് ഇനി മുതൽ ആരും നമ്മൾ പരസ്പരം ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ സ്വത്തൊന്നും തട്ടിപ്പാക്കി എടുക്കാതെ നമ്മളിലുള്ള സ്വത്തുക്കൾ നമുക്ക് തന്നെ തിരിച്ചെത്താൻ ഭഗവാൻ തന്നെ ഇടപെട്ടുകൊണ്ട് എല്ലാ രീതിയിലും പണവും പ്രതാപവും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യം നൽകി സൽസന്താന ഭാഗ്യം നൽകി ഭഗവാന്റെ അനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ പരാശക്തി ഭഗവാൻ നമുക്കൊരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് നമ്മളെ ശീഘ്ര ഫലപ്രദമായിട്ട് അനുഗ്രഹം ചൊരിഞ്ഞു തരും. എല്ലാവരും ഈ മാർഗത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. എന്നെ ശ്രവിച്ച നല്ലവരായ സജ്ജനങ്ങളെ വീണ്ടും നന്ദി, നമസ്തേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.